Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM 4 സെമസ്റ്റർ റെഗുലറിൻ്റെയും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെയും റിസൾട്ട് ഇപ്പോൾ പബ്ലിഷ് ചെയ്തു. സോ റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല കുട്ടികളും പ്രതീക്ഷിച്ച ആ ഒരു റേഞ്ചിലോട്ട് മാർക്ക് എത്തിയിട്ടില്ല. അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ചില എക്സാം സെൻറ്ററുകളിൽ ചില പേപ്പേഴ്സ് എഴുതിയ കുട്ടികൾ ഒരുമിച്ച് തോറ്റിരിക്കുകയാണ്, കൂട്ടത്തോൽവി അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു 10 പേര് 15 പേര് ഒരു പെർട്ടിക്കുലർ പേപ്പറിൽ, ഇപ്പോൾ ഇൻ്റർനാഷണൽ ഫിനാൻസ് എനിക്ക് 1-2 സെൻറ്ററിൽ എഴുതിയിട്ടുള്ള കുട്ടികൾ പറഞ്ഞിരിക്കുകയാണ്, അവിടെ എക്സാം എഴുതിയ ഒരു 10 പേര് 15 പേര് ഇൻ്റർനാഷണൽ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു പേപ്പറിൽ തോറ്റിരിക്കുകയാണ്. അവർ നന്നായിട്ട് അത് എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നേരെ മറിച്ച് അവർക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, ഇതിനേക്കാൾ മുമ്പുള്ള സെമസ്റ്ററുകളിൽ പേപ്പറിലൊക്കെ പോയിട്ട് അവർ റിവാലുവേഷന് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ റിവാലുവേഷന് കൊടുത്തിട്ട് ചിലവർക്ക് നല്ല റെസ്പോൺസ് അല്ല വന്നിട്ടില്ല, മാർക്ക് കൂടിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ കൂട്ടത്തോൽവി വന്നിട്ടുണ്ട്, റിവാലുവേഷന് കൊടുക്കണോ കംപ്ലൈൻറ്റ് കൊടുക്കണോ, ഇതൊക്കെയാണ് കുട്ടികൾ ചോദിക്കുന്നത്. സോ ഇതിനുള്ള മറുപടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം MCOMനെ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. സോ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ എക്സാം എഴുതി കഴിഞ്ഞ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള മാർക്ക് ലഭിച്ചിട്ടില്ല, അതല്ലെങ്കിൽ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് റിവാലുവേഷൻ തന്നെയാണ്, ഫോർമലായിട്ട്. അതല്ലാണ്ട് വേറൊരു മാർഗ്ഗമില്ല. സോ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും റിവാലുവേഷന് കൊടുത്തിരിക്കണം. മറ്റ് ഫ്രണ്ട്സുകൾ അവർക്ക് ഫെയിലിയർ വന്നപ്പോൾ, ഏതെങ്കിലും പേപ്പറിൽ തോറ്റു പോയപ്പോൾ അവർ റിവാലുവേഷന് കൊടുത്തിട്ട് മാർക്ക് കൂടിയിട്ടില്ല, ആ റിവ്യൂവിൻ്റെ ബേസിൽ നിങ്ങൾ കൊടുക്കാതിരിക്കരുത്. കാരണം അവരെങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. ദെൻ നിങ്ങളുടെ തന്നെ ചിലപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിൽ അങ്ങനെ നിങ്ങൾ, അല്ലെങ്കിൽ തേർഡ് സെമസ്റ്റർ എഴുതി നമ്മൾ വിചാരിച്ചു നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, റിവാലുവേഷൻ കൊടുത്തിട്ട് മാർക്ക് കൂടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ആ സെയിം സിറ്റുവേഷൻ ആകണമെന്നില്ല ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, ആ എഴുതിയതിനുള്ള മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു ഓപ്ഷൻ റിവാലുവേഷൻ തന്നെയാണ്. നിർബന്ധമായും റിവാലുവേഷൻ കൊടുത്തിരിക്കണം. ദെൻ കൂട്ടത്തോൽവി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ 15 പേര് 20 പേരൊക്കെ ഒരു എക്സാമിനേഷൻ സെൻറ്ററിൽ ഒരു പേപ്പറിൽ തോറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാം. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നേരെ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കാം. അതിനേക്കാൾ മുമ്പ് യൂണിവേഴ്സിറ്റിയിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് ഈ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം കംപ്ലൈൻറ്റ് കൊടുക്കാം, നോ പ്രോബ്ലം. അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് കുട്ടികൾ ഇങ്ങനത്തെ ഒരു കാര്യം ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മാറ്റർ ഒരു വീഡിയോ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തത്. ദെൻ റിവാലുവേഷൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്. റെഗുലറുകാരുടെ റിസൾട്ട് വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ റെഗുലറുകാരുടെ റിവാലുവേഷൻ്റെ ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. സോ ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് 4 സെമസ്റ്റർ PG CBCSS എക്സാമിനേഷൻ ഏപ്രിൽ 2024, 20, 21, 22 അഡ്മിഷൻ. റിവാലുവേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ളത് 29/8/2024 ആണ്. ഈ മാസം 29-ാം തീയതിയാണ് റെഗുലർക്കാരുടെ റിവാലുവേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. ഡിസ്റ്റൻസിൻ്റെ ഇപ്പോൾ വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ റിവാലുവേഷൻ്റെ ഡേറ്റ് വന്നിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ വരും, നെക്സ്റ്റ് വീക്കിൽ തന്നെ വരും. അപ്പോൾ നിങ്ങൾക്ക് റിവാലുവേഷന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിർബന്ധമായും റിവാലുവേഷന് കൊടുത്തിരിക്കണം. റിവാലുവേഷന് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ റിസൾട്ട് വരാൻ എത്രത്തോളം ഡിലേ വരുന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഇപ്പോൾ ഞാൻ പറഞ്ഞു ബാർകോഡ് ബേസ്ഡ് ആണ് സിസ്റ്റം, അതുകൊണ്ട് തന്നെ ആദ്യത്തെ പോലെ വല്ലാണ്ട് ഡിലേ വരാറില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ ഇതാണ് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ള ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.